എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 26-ാം ദിവസം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മൾ ഇവിടെ പാരായണം ചെയ്യുന്ന യുദ്ധകാണ്ഡത്തിലെ ഭാഗം രാവണന്റെ പടപ്പുറപ്പാട് മുതൽ അതികായ വധം വരെയുള്ള ഭാഗങ്ങളാണ്. പാരായണം ചെയ്യുന്നവര് ശ്രീമതി രാധാമണി അമ്മ, ശ്രീ മുരളീധരൻ നായർ, ശ്രീമതി രമണി രാമകൃഷ്ണൻ. 3 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം. രാവണന്റെ പുറപ്പാട്. ആരെയും പോരിന്നയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നത് കൊണ്ടല്ലോ നമ്മോട് കൂടിയുള്ളോർകൾ പോന്നിടുക നമ്മുടെ തേരും വരുത്തുകന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ച് പൊന്മയമായോരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുകുടകളും 1000 വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഭാരങ്ങൾ ആദിയാം ആഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടു കൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ തെരുതരൻ വിക്രമമേറിയ നക്തഞ്ചരന്മാരെ ഒക്കെ പുരോഭുവി കണ്ടു രഘുവരൻ. മന്ദസ്മിതം ചെയ്തു നേത്രാഞ്ച സംജയ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതു കാണടോ, ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം. എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണചാപത്തോടു ബാലാർക്കാന്തി പൂണ്ട് ആനക്കഴുത്തിൽ വരുന്നത് അകമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണൻ നന്ദനൻ. നമ്മെ മുന്നം ജയിച്ചാനവൻ.
ആയോധനത്തിനു ബാണചാപങ്ങൾ ഉണ്ടായതമായോരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണനും പൂണ്ടതികായൻ വരുന്നതു രാവണൻ തൻ മകൻ പൊന്നണിഞ്ഞാനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവ വാജിമേലേറി പരിഖം തിരിപ്പവൻ ആജിശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരുതിന്മുകളേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോ രാവണൻ തൻ മകൻ മറ്റേതിനങ്ങേതു ദേവാന്തകൻ തേരിൽ വന്നതു മന്നവാ കുംഭകർണാത്മജൻ കുംഭൻ അങ്ങേതവൻ തമ്പിനി കുംഭൻ പരികായുധനല്ലോ ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു യുദ്ധം വിഭീഷണൻ ചൊന്നതു കേട്ടതിൻ ഉത്തരം രാഘവൻ താനും അരുൾ ചെയ്തു യുദ്ധദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവാൻ ഇന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളുന്നേരം വന്ന പടയോടു ചൊന്നാൻ ദശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവൻ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായ്കയുമില്ലിതിന്നേതുമേ ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്നു ലങ്കാപുരം മേവിനാർ വൃന്ദാരകാരാദി രാവണൻ വാനരവൃന്ദത്തെ എയ്തെയ്തു തള്ളിവിട്ടിടിനാൻ വാനരേന്ദ്രന്മാരഭയം ധരികന്ന മാനവേന്ദ്രൻ കാക്കൽ വീണിരന്നീടിനാർ വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ട് കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ വൻപനായുള്ളോരിവനോട് പോരിന് മുമ്പിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്ന് സൗമിത്രിയും ചെന്നിരന്നീടിനാൻ മന്നവൻ താനും അരുൾ ചെയ്തിതന്നേരം വൃത്രാരിയും പോരിൽ വിസ്ത്രസ്തനായി വരും നക്തഞ്ചരനോടേറ്റാൽ അറിയ നീ മായയുമുണ്ട് നിശാചരർക്ക് ഏറ്റവും ന്യായവുമില്ലിവർക്കാർക്കും ഒരിക്കലും ചന്ദ്രചൂടപ്രിയനാകയും ഉണ്ടിവൻ ചന്ദ്രകാസാഖ്യമാം വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലണമല്ലോ കനകത്തിനെന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്ത യച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശു പിൻവാങ്ങിനാൻ ജാനകി ചോരനെ കണ്ടോരു നേരത്ത് വാനരനായകനാകിയ മാരുതി തേർത്തടം തന്നിൽ കുതിച്ചു വീണിടിനാനാർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും ഓങ്ങിപ്പറഞ്ഞത് രക്ഷോപരനോടു മാരുതപുത്രനും നിർജ്ജരന്മാരെയും താമസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തുമാവത്തു കപികുലത്താലടോ നിന്നെ അടിച്ചു കൊൽവാൻ നിൽക്കുന്നോരെന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ വിക്രമമേറിയ നിന്നുടെ പുത്രന അക്ഷകുമാരനെ കൊന്നതു ഞാനിടോ എന്ന് പറഞ്ഞിട്ടൊന്നടിച്ചാൻ കപീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു തൊന്നാൻ ഇവിടേക്ക് ഇന്ന് വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ നന്മയെന്തായതെനിക്ക് ഇന്നിതുകൊണ്ട് നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവനില്ലല്ലോ മൃത്യു വന്നീല നിനക്കതുകൊണ്ട് ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നു നമ്മിലിത്തിരി നേരം ഇന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും നീലനന്നേരം കുതികൊണ്ട് രാവണൻ മേലെ കരേറി കിരീടങ്ങൾ പത്തിലും വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടു മകുടങ്ങൾ പത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ പാടി തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെയ്തുടൻ തള്ളിവിട്ടിടിനാൻ ലക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താൻ അതു നേരം ബാണഗണത്തെ വർഷിച്ചാൽ ഇരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയൻ കൊടുത്തോരു വേൽ സൗമിത്രി തന്നുടെ മാറിൽ അമ്മാറു ചാട്ടിയിടിനാൻ ശസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞ് സൗമിത്രി ശക്തിയേറ്റ ശുഭീടിനാൻ
ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാൻ ആശുഭാവിച്ചു ദശാനനൻ. കൈലാസ ശൈലമെടുത്ത ദശാസ്യന ബാലശരീരമിളക്കരുതാഞ്ഞിത്. രാഘവൻ തന്നെ ഗൗരവമോർത്തതി ലാഘവം പൂണ്ടിതു രാവണവീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും വണ്ടിയണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ. ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ. മാരുതിതാനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തുകൊണ്ട് ആദരാൽ ചിൽപുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ. മാറും പിരിഞ്ഞ ദശമുഖൻ കയ്യിലമാറുപൂക്കു മയദത്തമാം ശക്തിയും. ത്രൈലോക്യനായകനാകിയ രാമനും പൗരസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടിനാൻ. ദന്തവാഹാത്മജൻ വന്നിച്ചു ചൊല്ലിനാൻ പങ്ക്തിമുഖനോട് യുദ്ധത്തിൻ എന്നുടെ കണ്ഠമേറിക്കൊണ്ട് നിന്നരുൾ കൊള്ളുക. കുണ്ടതയന്യെ കൊൽക ദശാസ്യനെ. മാരുതി ചെന്നത് കേട്ടു രഘുത്തവൻ ആരുഹ്യ തൽ കണ്ഠദേശേ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ നിന്നെ അടുത്തു കാൺമാൻ കൊതിച്ചേൻ തുലോം. നിന്നിതാശ യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവൻ. എന്നുടെ മുമ്പിൽ അരക്ഷണം നിൽക്കു നീ എന്നരുൾ ചെയ്തു. ശാസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൽ ഒന്നിനൊന്നൊപ്പമെയ്താൻ ദശവക്ത്രനും. ഘോരമായി വന്നിതു പോരുമന്നേരത്ത് വാരാനിധിയും ഇളകി മറിയുന്നു. മാരുതി തന്നെ മെയ്തു മുറിച്ച് ശൂരനായോരു നിശാചര നായകൻ. ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈ കൊണ്ടെടുത്തോരു സായകം. രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം. ആലസ്യമായതു ബാണമേറ്റന്നേരം പൗരസ്ത്യചാപവും വീണിതു ഭൂതലേ. നക്തഞ്ചരാധിപനായ ദശാസ്യന് ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടിനാൻ. സാരഥി തന്നെയും കൊന്നുകളഞ്ഞാരൂഢതാപേന നിന്നു ദശാസ്യനും. രാമനും രാവണൻ തന്നോടരുൾ ചെയ്താമയം പാരം നിനക്കുണ്ടു മനസ്സേ. പോയാലും ഇന്ന് ഭയപ്പെടാകേതുമേ. നീ ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ടായോധനത്തിനു നാളെ വരേണം നീ. കാകുസ്തവാക്കുകൾ കേട്ടു ഭയപ്പെട്ട വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. രാഘവാസ്ത്രം തുടർന്നുണ്ടെന്നൊരു ആകുലം കൊണ്ട് തിരിഞ്ഞു നോക്കി തുലോം. വേപതുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ചു മേവിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഹരി ഓം. കുംഭകർണന്റെ നീതിവാക്യം. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജാനേയും രാവണബാണാവിദാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തുമേവിനാൻ. രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്തികളോർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയുമർത്ഥ പുരുഷകാരാദിയും നഷ്ടമായി വന്നിതൊടുങ്ങി. സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേധാവുതാനു അനാരണ്യഭൂപനും വേദവതീയം മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാദിയും ജമ്പാരി മുമ്പാം നിലിംബവരന്മാരും കുംഭോദ്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനി യാഗിയ ദേവ്യം പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്യനിഷ്ഠയോടെ വരുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപാവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തെന്നു
നല്ലു ജയിച്ചുകൊള്ളുവാനഹോ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നെയുണർന്നിടുമാറില്ല. മുന്നമറിഞ്ഞിട്ടവനു 9 നാളെ കഴിഞ്ഞതുള്ളൂ. നിങ്ങളമ്പോടുണർത്തുവിൻ വല്ലപ്രകാരവും. രാക്ഷസരാജ നിയോഗേന ചെന്നോരു രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനാകദുന്ദുഭി മുഖ്യവാദ്യങ്ങളും ആന തേർക്കാലാൽ കുതിരപ്പടകളും കുംഭ കർണോരസി പാഞ്ഞുമാർത്തും ജകൾ കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ. കുംഭകർണശ്രവണാന്തരെ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കര മറ്റലറിയുമാനകൾ. ജംഭാരി വൈരിക്കു കമ്പമില്ലേതുമേ. ധൃംബ സമാരംഭമോടുമുണർന്നിതു സംഭ്രമിച്ചോടി നരാശര വീരരും. കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നിടിനാൻ. ദ്രവ്യങ്ങളാദിയായി മറ്റുപജീവനദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധൗ. വൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു ഭക്തി കൊണ്ടാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലതു. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്തുരുത്തി നാനൂഢമൂതം നിജ സോദരൻ തന്നെയും. ചിത്തേ ധരിച്ചതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലുമെന്നടോ. സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട ആരാമസിംനെ കൊണ്ടങ്ങു വച്ചിടിനാൻ. വാരുതിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിനു വാനരസേനയുമായി വന്നു. കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും എയ്തു മുറിച്ചാൻ ജിതശ്രമം. കൊല്ലാതെ കൊന്നയച്ചാനതു കാരണ അല്ലൽ മുഴുത്തു ഞാൻ നിന്നെയുണർത്തിനേൻ. മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും. നന്നു നന്നെത്രയും നല്ലതേ നല്ലു കേൾ. നല്ലതും തീയതും താൻ അറിയാതവർ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുകയെന്നിങ്ങനെ സോദരൻ ചൊന്നാനതിനു കോപിച്ചു നീ. ആട്ടിക്കളഞ്ഞതു നന്നോർത്തു നാട്ടിൽ നിന്നാശു വാങ്ങി. ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ല അല്ലൽ വരുത്തും ആപത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും പുരുഷകാരാദിഭേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു. സത്യം പറയുമാ അമാത്യനുണ്ടെങ്കിലോ
ഭർത്തൃസൗഖ്യം വരും, കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളൊരമാത്യ ധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവനിഷ്ടമെന്നാലതു കർണസുഖം വരും. പറഞ്ഞുകൊണ്ട് അന്വഹം ആത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ നല്ലതു കാക്കോളമെന്നതു ചൊല്ലുവോരല്ലൽ എന്നിയില്ലല്ലോ. മൂഢരാം മന്ത്രികൾ ചൊല്ലു കേട്ടിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചുപോം. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നാധി മുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽ പെടുന്നു ബളിശം ഗ്രസിക്കയാൽ. ആഗ്രഹമൊന്നിങ്കലേറിയാലാപത്തു പോക്കുവാനാവതല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതോ രാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവാനെന്നു ആപത്തോ മൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നു കൊണ്ടും വരാനൂനമാപത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്ക ഫലാൽ ചെല്ലുമൊന്നിങ്കലൊരുത്തനഭിരുചി. പൂർവജന്മാർജിതാവാസനയാൽ അധീനാവതല്ലേതു മതിൻ വശനായി വരും. എന്നാലതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നുടെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവാനുണ്ടോ ജഗത്തിങ്കലാരാനു മോർക്കനീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞിതില്ലേ ഭവിഷ്യൽ ഫലം. ഇപ്പോഴോ ഉപഗതമായി വന്നത് ഈശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ, നാനാ ജഗന്മയൻ നാരായണൻ പരൻ. സീതയാകുന്നത് യോഗമായ ദേവി ചേതസി നീ ധരിച്ചിടുകെന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവ. മുന്നമേ എന്തതോരാഞ്ഞതും ഞാനൊരു നാൾ വിശാലായാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്ത് നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനാൻ. ഏതൊരു ദിക്കിൽ നിന്ന് ആഗതനായതെന്ന് ആദരവോടരുൾ ചെയ്യുക മഹാമുനെ. എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്യുകയെന്നെല്ലാം ചോദിച്ച നേരത്ത് നാരദൻ എന്നോട് സാദരം ചൊന്നാനനൂദന്തങ്ങളൊക്കവേ. രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു. സങ്കടമൊക്കവേ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രനതീവ ദുഷ്ടൻ ഖലൻ. ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങോ മിരിക്കരുതാതെ ചമഞ്ഞിതോ മർത്യനാലെന്നിയെ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. യുദ്ധമുണർത്തിച്ചന്നേരം മുകുന്ദനം ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യായാം ദശരഥപുത്രനായി വന്നു പിറന്നിനി നിസ്സത്വരം. നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തൽ തീർത്തിയിടുവനിത്ര ത്രിലോകത്തിങ്കൽ. സത്യസങ്കൽപ്പാനാം ഈശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം മുടുക്കുമവനിനി മംഗളം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊൽക നീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമള നിന്ദീവരദള ശ്യാമളൻ. മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ.
ഭക്തിയല്ലോ മഹാജ്ഞാന മാതാവിടോ, ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജനത്രനാം വിഷ്ണുവിനെങ്കിലും. സംഖ്യാവതാം മതം ചൊല്ലുവാൻ നിന്നുടെ ശങ്കയെല്ലാം അകലെക്കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമേ, നാമജപത്തിനാൽ ഏവരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ, മാനുഷാകാരനാം രാമനാകുന്നതും. താരകബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും. ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജന മാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു. രാമ പാദത്തേയം പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. സുപ്തതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു. തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മന കണ്ടുകണ്ടച്യുതനോടു സായുജ്യവും പ്രാപിച്ചു. നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്വഹം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയം ഭജിച്ചുകൊൽകാനന്ദമൂർത്തിയെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരി ഓം. ഹരി ഓം. നമസ്തേ. ഹരി ഓം. ശ്രീ ഗുരുഭ്യേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കുംഭകർണവധം. സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല, ഞാൻ ഇന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാം, ഇനി ഖേദമകുന്നു സുഖിച്ചു വാഴുന്നതാണ്. ആമെങ്കിലാശു ചെന്നയോ ആയോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവ് ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ട് യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നു തുങ്ക ശൈലരാജാകാരമോട് അലറിക്കൊണ്ടതിദ്രുതം. 1000 ഭാരം ഇരുമ്പു കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരരെല്ലാവരും ഓടിനാൾ. കുംഭകർണൻ വരവ് കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസനെ വനിവൻ പറകമ്പരത്തോളം ഉയരം ഉണ്ട് അത്ഭുതം. ഇതം രഘുത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവസനിവൻ ആവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചന്ദിച്ചയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാ വിഭീഷണൻ ഞാൻ തവ ഭക്തിമാൻ, പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്ന് ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ. ഭീതനായി നാരമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. ഇതം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു ഉണർന്നാൻ അനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതോ ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ. ജീവിച്ചിരിക്ക പലകാലം ഊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണ പ്രിയനെത്രയും നീ എന്ന് നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനവം. മായാമയം ഈ പ്രപഞ്ചമെല്ലാം ഇനി പോയാലും എങ്കിൽ നീ രാമപാദാന്തി എന്നതു കേട്ടതി വാദ്യവും ചെയ്ത്
അതിഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രുധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചടുത്തുകൂടാഞ്ഞു നാനാദിഗന്ധരെ. മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നാൻ അരക്ഷണാൽ. മർക്കടരാജൻ അത് കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞതു മാറിൽ തടുത്തവൻ. കുത്തിനാൻ ശൂലമെടുത്തുകൊണ്ടതി വിത്രസ്തനായി വീണു മോഹിച്ചിത അർക്കജൻ. അപ്പോൾ അവനെയും മൂക്കോടടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിനാരാലസ്യമാശു നേടുവാനാദരാൽ. മർക്കടരാജനതേറ്റു മോഹം വെടിഞ്ഞ് ഉൽക്കടരോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ട് അന്തരീക്ഷേ പാഞ്ഞു പോന്നാൻ അതിദ്രുതം. ക്രോധവുമേറ്റം അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതി സന്നദ്ധനായി അടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരബാണഗണം പൊഴിച്ചിടിനാൻ. 100,000 വാനരന്മാരെയും വക്ത്രത്തിലാക്കിയടയ്ക്കും അവനുടൻ കർണനാസാവിലത്തൂടെ പുറപ്പെടും. പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താൻ. അത് കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമെയ്താശു ഖണ്ഡിക്കയാൽ. യുദ്ധാങ്കണേ വീണു വാനരവൃന്ദവും ചഞ്ചരന്മാരും ഒട്ടു മരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റം അടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമെയ്തു ഖണ്ഡിച്ചാൻ. അതു വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോട് അലറി അടുത്തിതു നക്തഞ്ചരാധിപൻ. പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ 2 അമ്പുകൊണ്ട് ഉത്തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ. വക്ത്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കും നേരം പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ. വൃത്രാരി ദൈവതമായി വിളങ്ങിയിടിനോര് അസ്ത്രമേത് ഉത്തമാംഗത്തെയും ഖണ്ഡിച്ചു. വൃത്രാരിതാനും തെളിഞ്ഞാനതു നേരം ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞ അബ്ധിയിൽ വീണിതു മോഹവും അന്നേരം. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യ ഗയക്ഷ ഭുജംഗ ഖഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും പന്നഗതാപസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു അത്യാപുകഴ്ത്തിനാർ. പുരുഷം പുരുഷോത്തമം അദ്വയം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥം അമ്പോട് അവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനൻ ഉൽപ്പലശ്യാമളം കോമളം ബാണധനുർധരം. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീര. ജയിക്ക നീ. യുദ്ധം പറഞ്ഞു വണങ്ങി സ്തുതിച്ച് അതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ അന്നേരം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരി ഓം. ഹരി ഓം. താഴ് മറിഞ്ഞു പിന്നെ പോയല്ലേ. ഹരി ഓം. ഹരി രാവണന്റെ ഓം. പടപ്പുറം മറിഞ്ഞു പോയല്ലേ, ഒരു പേജ് വായിച്ചില്ലേ. ഹരി ഓം. നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യ യക്ഷഭുജംഗ ഖഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിം പുരുഷന്മാരും പന്നഗതാപസദേവസാൻ ചിൽപുരുഷം പുരുഷോത്തമം അദ്വയം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥം അമ്പോടവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനൻ ഉൽപ്പല ശ്യാമളം കോമളം ധനുർധരം പൂർണം ചന്ദ്രാനനം കാരുണ്യ പീയൂഷ പൂർണ്ണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമം ആത്മാരാമം ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപതേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീ പുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ശിൽഖനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലനകാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ട് സംഹാരവും രക്ഷയും നാനാവിധം അവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷപ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനെ നമ. യാതൊരു ആത്മാവിനെ കാണുന്നിതെപ്പോഴും ജഗതസി താപസേന്ദ്രന്മാർ നിരാശയാ തൽ സ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം. ചിൽസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ. തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തൊൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. തൊൽപാദ പത്മങ്ങൾ കൊണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാ വൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപതേ. കോപകാമദ്വേഷ മത്സര കാർപ്പണ്യലോഭമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാ ബലവശാൽ. ത്വൽകഥ പീയൂഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമിൽ നിന്നെയും ധ്യാനിച്ച നാരദം ത്വൽപൂജയും ചെയ്തു നാമങ്ങള് ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രാമാരമാപതേ. പാതിയും പോയതു ഭൂഭാരമെന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗേന്ദ്രനാകിയ സൗമിത്രിയം നാളെ മേഘനിദാതനെ കൊല്ലും ആയോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചുകൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീര ജയിക്ക ജയിക്ക നീ. ഥം പറഞ്ഞു വണങ്ങി സ്തുതിച്ച് അതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ അന്നേരം. ഹരിയോ.
ഹരി ഓം. അങ്ങനെ ഇന്നത്തെ ഈ പാരായണവും നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഭക്തിപൂർവം സമർപ്പിക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് എപ്പോഴും അഹങ്കാരത്തിന് ശക്തി ഉണ്ടാവും ചിലപ്പോ, പക്ഷെ അതിന് ഇല്ല. അതുകൊണ്ടാണ് അവിടെ ആ ശക്തി തന്നെ നാശത്തിന് കാരണമാവുകയാണ്. രാവണൻ മഹാശക്തിശാലിയാണ്. കുംഭകർണന് അസാമാന്യമായിട്ടുള്ള ശക്തിയുണ്ട്. ഇന്ദ്രജിത്തിന്റെ നമ്മൾ കണ്ടതാണ്, മായാശക്തിയൊക്കെ ഉള്ള ആളാണ്. അസ്ത്രവിദ്യ അതിഗംഭീരമായിട്ടുള്ള അസ്ത്രവിദ്യയൊക്കെ അറിയുന്ന ആളാണ്. എല്ലാ സംഗതികളും അവർക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഒടുവിൽ അവരൊക്കെ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവരിലെ അഹങ്കാരം, അവരുടെ അവിവേകം. അപ്പൊ ഇവിടെ ധർമ്മത്തിന്റെ പക്ഷത്താണ് അപ്പൊ അതാണ് ശ്രീരാമന്റെ ശക്തി. അപ്പൊ ശക്തിയേക്കാൾ വലിയതാണ് ധർമ്മം, ബലത്തിനേക്കാൾ വലിയതാണ് വിവേകം. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കുംഭകർണ വധം എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പിന്നീട് വരുന്നതാണ് നാരദ സ്തുതി. നാരദൻ സ്തുതിക്കാണ് ഭഗവാനെ. അപ്പൊ അതും യുദ്ധകാണ്ഡത്തിലെ വലിയൊരു പ്രത്യേകതയാണ്. ഭഗവാൻ ശ്രീരാമൻ എങ്ങനെയാണ് ഭഗവാന്റെ ദിവ്യ സ്വരൂപം, പിന്നെ സാധാരണ മനുഷ്യനല്ല, സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപിയാണ്, വിഷ്ണുവിന്റെ അവതാരമാണ് എന്നൊക്കെ വ്യക്തമാക്കി പറയുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ച് സമർപ്പിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായത്. എല്ലാറ്റിനും ശ്രീ രാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹത്തിന് വീണ്ടും വീണ്ടും നമുക്ക് അനുഗ്രഹം ലഭിക്കണേ. ഈ രാമായണ പാരായണം വളരെ ഭംഗിയായിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ പാരായണം നമുക്ക് സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.